ഇറാൻ്റെ സൗഹൃദ രാജ്യമാണ്. അവരുമായി യാതൊരു തരത്തിലുള്ള ശത്രുതയുമില്ലെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ. ഇപ്പോൾ ഇറാനും യുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന പണിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പ്രതിരോധ സംവിധാനങ്ങൾ അയൺ ഡോം പോലും യുഎയിൽ സ്ഥാപിക്കപ്പെട്ടത് ഇറാൻ ആക്രമിക്കും എന്ന ഭയപ്പാടുള്ളതിനാലാണ് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ അല്ലെങ്കിൽ വലിയ വാർത്താ പ്രാധാന്യം വരുന്നതിനോടനുബന്ധിച്ചാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരിച്ചത്. ഞങ്ങളും യുഎയും തമ്മിൽ എന്ത് പ്രശ്നം? സൗഹൃദമുള്ള രാജ്യമാണ്, സുഹൃത്ത് ബന്ധമുള്ള രാജ്യമാണ്, നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. പിന്നെ ഈ അറേബ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ തങ്ങൾ എതിർക്കുകയും തങ്ങളോട് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തുകൊണ്ട് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികപരമായി ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്, തിരിച്ചാക്രമിച്ചിട്ടുണ്ട്. അത് വേർതിരിച്ചുകൊണ്ടല്ല, അഥവാ യു എ മാത്രം സെപ്പറേറ്റ് അല്ല. യു എക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, സൗദി അറേബ്യക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ബഹ്റൈനും കുവൈത്തിനും ഖത്തറിനും നേരെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാ രാജ്യത്തെയും തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്ത് നേരെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് ഒരു രാജ്യം ചെയ്യുന്നതാണ്. ആ പ്രവൃത്തി മാത്രമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അതല്ലാതെ യു എയുമായിട്ട് പ്രത്യേകമായിരിക്കുന്ന ഒരു ശത്രുതയോ എതിർപ്പോ അങ്ങനെയൊന്നും യാതൊരു കാര്യവും ഇല്ല എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രസിഡന്റ് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ആക്രമണം ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഇറാൻ്റെ സൈനികരെ തിരുത്തിയിട്ടുണ്ട്. അത് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, നിങ്ങളുടെ മേഖലയിൽ നിന്ന് തങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കുകയില്ല. എന്നാൽ ആക്രമണം ഉണ്ടായാലോ തീർച്ചയായിട്ടും തിരിച്ചടിക്കും. ആക്രമണം ഉണ്ടായിട്ടുണ്ട്, തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും അതേപോലെ തന്നെ യു എയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് യാതൊരു ശത്രുതാപക്ഷ കാര്യങ്ങളൊന്നുമില്ല. ലേസർ തമ്പ് ദ്വീപ്, ഗ്രേറ്റർ തമ്പ് ദ്വീപുമായി ബന്ധപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അവകാശ തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് പൗരാണികമായിട്ട് തന്നെ ഉള്ളതാണ്. അതൊക്കെ ചർച്ചാ സംബന്ധമായ കാര്യത്തിലൂടെ പരിഹരിക്കുക എന്നല്ലാതെ അതൊരു യുദ്ധ മേഖലയിലേക്ക് എത്തിക്കാൻ ഒരിക്കലും ഇറാൻ ആഗ്രഹിച്ചിട്ടില്ല, യു എയും ആഗ്രഹിച്ചിട്ടില്ല. പിന്നീട് ഒപെക് എന്ന് പറയുന്ന അവരുടെ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റിൽ നിന്ന് അവർ രാജിവെച്ചു. അത് അറേബ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള അവരുടെ വിഷയമാണ്. അതും ഇറാനും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഇറാനും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവർ എല്ലാം കൂടി കൂട്ടിക്കേച്ചുകൊണ്ട് സാധാരണ ഇതിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക, ഇസ്രായേൽ രാജ്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഇങ്ങനെ തന്നെയാണ്. നുണബോംബുകൾ തൊടുത്ത് വിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആശയതർക്കങ്ങൾ ഉണ്ടാക്കുക, ലോകത്ത് വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമാക്കി മാറ്റുക, അങ്ങനെ പരാജയപ്പെടുത്തുന്ന ഒരു രീതിയും പ്രവർത്തിയുണ്ട്. ഇറാനോട് ആ കളി വേണ്ട. ഇറാനെ സംബന്ധിച്ചിടത്തോളം യു എയുമായിട്ട് സൗഹൃദ രാജ്യമാണ്. ഞങ്ങൾ അവിടെ പോകുന്നതിനോ സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ രാജ്യത്തേക്ക് അവർ വരുന്നതിനോ യാതൊരു വിരോധവുമില്ല. അത്രയ്ക്ക് വലിയ ബന്ധകാര്യങ്ങൾ ഉണ്ട്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയപരമായ രീതിയിൽ പല ഘട്ടങ്ങളിലും പല സാഹചര്യത്തിലും ഉണ്ടായതാണ്. അത് മറ്റുള്ള പല രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാവുന്ന പോലെ എന്നല്ലാതെ വലിയ എതിർപ്പ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അവരുമായിട്ട് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇറാൻ പറയുന്നു, ഇസ്രായേലുമായിട്ടുള്ള ബന്ധം യു എ തുടരുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, വലിയ രീതിയിൽ എതിർപ്പുണ്ട്. മാത്രവുമല്ല അവരുടെ സഹായം അയൺ ഡോം പോലെയുള്ള അവരുടെ നിർമ്മിതമായിരിക്കുന്ന സഹായം വെച്ചുകൊണ്ട് ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നു എന്ന് പുറത്ത് വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അത്തരമൊരു സേവന മേഖല അവരെ ആശ്രയിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നത് കടുത്ത വിയോജിപ്പ് തങ്ങൾക്കുണ്ട് എന്നുള്ള നിലപാടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം പ്രധാനമായിട്ട് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, അയൺ ഡോം സ്ഥാപിക്കുകയും സ്ഥാപിച്ച അയൺ ഡോമിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിലെ സൈനികരോ ബന്ധപ്പെട്ടവരോ ഇപ്പോൾ നിലവിൽ യു എയിൽ ഉണ്ട് എന്ന തരത്തിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി പറഞ്ഞപ്പോഴാണ് ഇറാൻ്റെ പ്രസിഡന്റ് പ്രതികരിച്ചത്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ അവരെ മനസ്സിലായിട്ടില്ല. അവർ വലിയ രീതിയിൽ വൈകാരിക തലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക മേഖലയും സൈനിക മേഖലയും ഐക്യ മേഖലയും തകർക്കും. പല ഘട്ടങ്ങളായി ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ള മറ്റൊരു വശം. അത് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് 3 ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ 3 ഉച്ചകോടിയിലും അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഒറ്റ കാര്യമാണ്, അത് ഇറാൻ്റെ നിലപാടാണ്. പറഞ്ഞിരിക്കുന്ന കാര്യം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ കരാറുകൾ റദ്ദ് ചെയ്യും, നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും അവരെ ശത്രുവാണെന്ന് തുറന്ന് ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കണം.
അവർക്ക് സഹായങ്ങൾ നൽകണം. അത് ആ സമയത്തുണ്ടായിരുന്നത് ഹൂത്തികളാണ് ഒരു ഭാഗത്തുള്ളത് ഹിസ്ബുള്ള ഗ്രൂപ്പാണ്. 2 വിഭാഗമാണ്. പിന്നെ പാലസ്തീൻ്റെ മേഖല നോക്കുന്ന സമയത്ത് അവിടുത്തെ ഈ പോരാളികളായിരിക്കുന്ന വിഭാഗങ്ങൾ അങ്ങനെയും വേണ്ടി 2 തരത്തിലുള്ള പോരാളികളുണ്ട്. ഒന്ന് ഗസയിലുണ്ട്, അത് ഹമാസിൻ്റെ വിഭാഗം. വെസ്റ്റ് ബാങ്കിലുണ്ട്, അത് മറ്റൊരു അതോറിറ്റി ആയിരിക്കുന്ന മറ്റൊരു വിഭാഗം. ഇവരൊക്കെയാണ് സഹായിക്കേണ്ടത്. അതല്ലാത്ത രീതിയിൽ അമേരിക്കയെ അനിയന്ത്രിതമായ രീതിയിൽ സഹായിക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്കെതിരെ ശത്രുതാ രീതിയിൽ നീങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കാതെ വരും. ഇസ്രായേലിനോടും അനുകമ്പ പാടില്ല. അവർ കൃത്യമായിരിക്കുന്ന ശത്രുവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതെങ്കിലും ഉചിതമാണ്. അതിൻ്റെ കാര്യം ഖത്തർ എന്ന് പറയുന്ന ഇസ്ലാമിക് രാജ്യത്തെ ഇസ്രായേൽ ആക്രമിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല. അപ്പോൾ അവർ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ആ പ്രവൃത്തി ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനത്തോടും സമീപനത്തോടും യോജിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അറബ് രാജ്യങ്ങളും ഏകോപനത്തോടു കൂടി എല്ലാ മുസ്ലിം ലോകവും ഐക്യപ്പെട്ടുകൊണ്ട് മുഖ്യ ശത്രുവായിരിക്കുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ പോരാടണം. അത് അവരുമായിട്ട് യുദ്ധം ചെയ്യാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാലത്ത് പോലും പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ സ്വപ്നത്തിൽ പോലും കാണേണ്ട ആവശ്യമില്ല എന്നും കൂടി ഇറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സമാധാനമായിരിക്കുന്ന ചർച്ച കൊണ്ടോ കരാർ വ്യവസ്ഥ കൊണ്ടോ അപേക്ഷ കൊണ്ടോ നിർദ്ദേശം കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ ഒന്നും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ മനംമാറ്റം വരുമെന്ന് നിങ്ങൾ കരുതണ്ട. അവരുമായിട്ട് നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടിട്ടില്ല എങ്കിൽ അവരെന്ത് ചെയ്യും? അവർ നമ്മൾക്ക് നേരെ നിരന്തരം യുദ്ധത്തിലേർപ്പെടുന്ന സാഹചര്യങ്ങൾ വരും. അപ്പോൾ അവർ പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ, ഒരു തലങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഉള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ട് സദാം ഹുസൈൻ അവസാന ഘട്ടത്തിൽ അവിടുത്തെ ഇറാഖിലെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ ഇജ്ജത്തുകളും നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആചാരവും നിങ്ങളുടെ സമ്പത്തും തകർന്നു പോവുകയാണ്. അതുകൊണ്ട് ഉള്ളത് എടുത്തുകൊണ്ട് അമേരിക്കയുടെ സൈനികരെ പ്രതിരോധിക്കുക. അതല്ലെങ്കിൽ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളുമാണ് ഭാവിയിൽ വരാൻ പോകുന്നത് എന്നൊരു മുന്നറിയിപ്പ് സദാം ഹുസൈൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായിട്ട് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ നയങ്ങളുടെയും നിലപാടിൻ്റെയോടും ഒപ്പമാണ് ഇറാഖ് നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ശരിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറാനും UAEയും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. അങ്ങനത്തെ ശത്രുതാപരമായിരിക്കുന്ന യാതൊരു രീതികളോ യാതൊരു സമീപനങ്ങളോ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുള്ളതും, ഇത് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ അതിനൊരു മേഖല കണ്ടെത്തുക, ഇറാനെ എതിർക്കാനും വിമർശിക്കാനും കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് ചുരുക്കം.